ഈ ടീമിനെ കൊണ്ടുവരാനുള്ള സ്പോൺസറെ കണ്ടെത്തുകയാണ് ആദ്യം ഗവൺമെൻറ് ചെയ്തത്. 2 കമ്പനികളെയാണ് നമ്മൾ ആദ്യം ഇതിനു വേണ്ടി തയ്യാറാക്കിയത്. അതിൽ ആദ്യത്തെ ടീം അവർ റിസർവ് ബാങ്കിൻ്റെ എലിജിബിലിറ്റി അവർക്കുണ്ടായിട്ടുണ്ട്. രണ്ടാമതായി വന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർ ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ കത്ത് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അനുമതി അവർക്ക് ലഭ്യമായി കൊടുത്തു. അതാണ് ഇതിൽ സർക്കാർ ചെയ്യേണ്ട കാര്യം. അവരുടെ അപേക്ഷ മാനിച്ച് കേരള സർക്കാർ തന്നെ ഇതിനാവശ്യമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനലാണ് ഇതിന് പണമടക്കുക. അവർ പണമടക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ അത് മെസ്സി വരില്ല എന്നുള്ള അർത്ഥം അതിൽ പറയാൻ കഴിയും. നമുക്കറിയാം ഭാരിച്ച ചിലവുള്ളതാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പണം കായിക വകുപ്പിൻ്റെ ബഡ്ജറ്റിലും അപ്പുറത്താണ്. അപ്പോൾ അതിന് സ്പോൺസർമാർ നിർബന്ധമാണ്. അപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം മാനിച്ച് സ്പോൺസർമാർ അത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു സംശയങ്ങളിലൊന്നും ഇടവരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ സ്പോൺസർ അവർ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് എലിജിബിൾ അല്ല. അവർക്ക് വിദേശ കറൻസി അയക്കാൻ കഴിയുന്ന വിഭാഗമല്ല. അത് ഗോൾഡൻ മർച്ചൻറ്റ്സ് അസോസിയേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ ഇത്തരത്തിൽ രണ്ടാമത് സ്പോൺസറെ നോക്കിയത്. ഇതിൽ മറ്റൊരു കാര്യം, ഗോൾഡൻ മർച്ചൻറ്റ്സ് അസോസിയേഷൻ വലിയ ആഗ്രഹത്തിൽ വരികയും അതിൻ്റെ ഭാഗമായി പത്രസമ്മേളനമൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇതിന് റിസർവ് ബാങ്കിൻ്റെ അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ ആ പണം നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ അതെല്ലാ ഫോർമാലിറ്റീസും റിപ്പോർട്ടർ ചാനൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പണം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് അതിൻ്റെ പേപ്പറൊക്കെ അവർ നൽകിയിട്ടുണ്ട്. എന്ത് ചെറിയ താമസങ്ങളുണ്ടായിരിക്കാം, വലിയ തുകയിൽ. അപ്പോൾ ഏകദേശം 175 കോടി രൂപയോളം എതിർ ടീം അടക്കം 2 ദിവസത്തെ ഒരു താമസമടക്കം ഇവിടെ വരും. ലോകത്തെല്ലായിടത്തും ഒരേ റേറ്റാണ്, അല്ല കേരളത്തിൽ പ്രത്യേക റേറ്റല്ല. ഡോളറിൻ്റെ ഒരു വിനിമയം അനുസരിച്ചുള്ള തുകയാവുമ്പോൾ നമ്മൾ കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നു, ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ മറ്റൊരു ആശങ്കയും ഇതേവരെ എന്നെ അവരറിയിച്ചിട്ടില്ല സ്പോൺസർമാർ. അർജൻറ്റീനയുടെ ഭാഗത്തും ഇത്തരത്തിൽ വരില്ല എന്നുള്ളൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു, എല്ലാവരെയും പോലും കേരളത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മെസ്സി അടക്കമെന്നുള്ള ലോക ചാമ്പ്യന്മാർ കേരളത്തിൽ എത്തിക്കാനും ഫുട്ബോളിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുമാണ് കായിക വകുപ്പ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. എന്താ പറഞ്ഞു? നോക്കൂ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അവരെ വിസ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര കായിക വകുപ്പിൻ്റെ അനുമതി അത് ലഭ്യമായിട്ടുണ്ട്. റിസർവ് ബാങ്ക് അനുമതി ലഭ്യം. അതെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്, സർക്കാർ ചെയ്യേണ്ടതാണ്. അതൊരു സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ സ്പോൺസർക്കുണ്ട്. നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കണമെന്നാണല്ലോ. അപ്പോൾ അതൊരു നെഗറ്റീവായി നമ്മൾ കാണണ്ട. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അടക്കാൻ വൈകി. തീർച്ചയായും സ്പോൺസർ അത് ചെയ്യും. റിപ്പോർട്ടർ ചാനൽ അത് നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നിലവിൽ ഒരാശയക്കുഴപ്പം എന്നുള്ളത് പണം അയക്കുന്ന കാര്യത്തിൽ അനുമതി ലഭ്യമാകുന്ന കാര്യത്തിൽ ചെറിയ താമസം. അത് നിങ്ങൾക്കറിയാലോ. ഇത് പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ കാണണം. ഫോറിൻ അഫയേഴ്സ് കാണണം, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണണം, കായിക വകുപ്പും ധനമന്ത്രാലയവും കാണും. അപ്പോൾ അതെല്ലാം വന്ന്
നമുക്ക് കഴിഞ്ഞ മാസമാണ് ഈ അനുമതിയെല്ലാം ലഭ്യമായത്. അതുകൊണ്ടുള്ള താമസം സ്വാഭാവികമാണ്. ഞാനിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവും. ഈ പണം അടച്ചാൽ ഒക്ടോബറിൽ നടത്താമെന്ന് തോന്നുന്നു. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും മത്സരങ്ങളായി എന്ന് കേൾക്കുന്നു. നോക്കൂ, നമ്മളെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ചെയ്ത് ഇപ്പോൾ സ്പോൺസർ തന്നെ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തന്നെ അർജൻറ്റീനയുമായി കരാറൊപ്പിട്ടിട്ടുണ്ട്. അത് സർക്കാരല്ല, സർക്കാർ അതിന് ഗ്യാരണ്ടി മാത്രം. അപ്പോൾ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ അർജൻറ്റീന ഗവൺമെൻറ് അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷൻ ഈ റിപ്പോർട്ടറുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കരാർ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ കരാർ നിലനിൽക്കുന്നിടത്തോളം അത്തരത്തിലൊരു ആശങ്കയ്ക്ക് വകയില്ല. നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ലതാലോചിച്ചാൽ, നല്ലത് ചിന്തിച്ചാൽ. വിമർശനങ്ങളുണ്ടായിരിക്കാം. സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ ഈ വിമർശനത്തിനൊന്നും കാത്തു നിൽക്കില്ല, നമ്മളത് ഉപയോഗിച്ച് കൊണ്ടുവരും. അപ്പോൾ അത് അത്ര കണ്ടാൽ മതി. ആ കാര്യത്തിൽ മറ്റൊന്നും നമ്മളതിൽ കാണേണ്ട ആവശ്യം. സർക്കാർ നേരിട്ട് കരാറില്ലെങ്കിൽ കൂടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സർക്കാരിനെ നോട്ടീസ് അയക്കുകയോ ബന്ധപ്പെടുകയോ കത്തയക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എഴുത്തുകുത്തുകൾ നടത്താറുണ്ട്. അത് സർക്കാരാണല്ലോ കാര്യം. അവരുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ്. മെസ്സിയെപ്പോലെ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ലെജൻഡ് അവർ വരുമ്പോൾ അവർക്കുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ജോലിയാണ്. അപ്പോൾ അതെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ്. അതെല്ലാം സർക്കാർ ചെയ്യും. അവർക്ക് ആവശ്യമായുള്ള സെക്യൂരിറ്റി, കളിക്കാനുള്ള സൗകര്യങ്ങൾ, അതുകൊണ്ടെല്ലാം നമുക്ക് അർജന്റീനൻ ഫുട്ബോൾ ടീമുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഗവൺമെൻറ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതിനനുസൃതമായി കാര്യങ്ങൾ നടക്കും. നമ്മൾ മറ്റൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. അല്ല, നമ്മുടെ വിൻഡോയിലുള്ളതാണല്ലോ, നമ്മുടെ വിൻഡോയിലുള്ളതാണ്. പണം കൊടുക്കാൻ കുറച്ച് താമസിച്ചു എന്നുള്ളത് സ്പോൺസർ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടോ. പക്ഷെ നമ്മൾ ആ ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തു നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകണ്ട. അത്തരം ചർച്ചയുടെ പ്രസക്തി ഇപ്പോഴില്ല. ഈ കമ്പനി അത് അടക്കും എന്ന് തന്നെ അടക്കട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച നോക്കാം. ഇപ്പോഴേക്കും അതിൽ വ്യത്യാസമൊന്നുണ്ട്. വാർത്തകൾ ധാരാളം വരും. നമ്മൾ വാർത്തകളിലേക്ക് പോകണം. അല്ലാതെ ഞാൻ നോക്കൂ, വാർത്തകളിലേക്ക് പോകണ്ട. നമ്മൾ ആത്മാർത്ഥമായി ശ്രമം നടത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ അത് നടന്നിരിക്കും എന്നാണ്. അല്ല, നിലവിൽ സ്പോൺസറെ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. അവർ പണം അടക്കാൻ കുറച്ച് താമസിച്ചു എന്നുള്ള വസ്തുതയാണ്. അതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും വരട്ടെ, നമുക്ക് അടുത്ത ആഴ്ച വരെ കാത്തു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. നോക്കൂ, മെസ്സി എത്തേണ്ട ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി സംയുക്ത പത്രപ്രസ്താവന നടത്തേണ്ടതാണ്. അത് കരാറിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം പറയും, അവർ കൂടി വരണം. അങ്ങനെ ഒരു പ്രശ്നം അതെല്ലാം പിന്നീട് പറയും. ഇപ്പോൾ നമ്മൾ ഇതൊന്നും ഇപ്പോൾ പ്രസക്തമായ കാര്യമല്ല. നമ്മൾ മെസ്സിയെപ്പോലുള്ള ലോകത്തിൽ ഒന്നാം റാങ്കിലുള്ള ഒരു ഫുട്ബോൾ ടീമിനെ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അവർ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല, ഒരിക്കലും പറയില്ല. സർക്കാരിൻ്റെ കയ്യിൽ പണത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണല്ലോ സ്പോൺസറെ നമ്മൾ വിളിച്ചതും അവരെ ഇൻട്രസ്റ്റ് നമ്മൾ ഓഫർ ചെയ്തു, അവർ കത്ത് തന്നു. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, അതൊക്കെ അതിൻ്റെ പ്രൊസീജിയറാണ്. ഇവിടെ അത്തരം കാര്യങ്ങളും നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. വി ആർ വെയിറ്റിംഗ് ഫോർ. നമുക്ക് വരട്ടെ, നമുക്കത് പറയാം ഒരാഴ്ച കാത്ത്.
വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മറുപടി പറയുകയായിരുന്നു. മെസ്സി വരും എന്നിപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതായിട്ടാണ് മന്ത്രിയുടെ വാക്കുകൾ നമ്മോട് പറയുന്നത്. എന്നാൽ സ്പോൺസർ സമയത്ത് പണം നൽകിയില്ല. ഉടമ്പടി പ്രകാരമുള്ള പണം നൽകാത്തതിൽ സംസ്ഥാന സർക്കാരിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കത്തയച്ചു എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, സ്പോൺസറിന് ഡിസംബറിന് ശേഷം 2 തവണ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഈ കാര്യം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടി കത്തയച്ചിട്ടും സ്പോൺസർ മറുപടി നൽകിയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഒരു ചതിയായിട്ടാണ് സർക്കാർ പറയുന്നത്. മനീഷ് മഹിപാൽ നമുക്കൊപ്പം ശരിയാണ്. മനീഷ്, ഇപ്പോഴും മന്ത്രി വിശ്വാസം വെച്ചു പുറത്തുകയാണ്. മാത്രമല്ല, ഈ മന്ത്രി പ്രത്യേക താല്പര്യമെടുത്തിട്ട് തന്നെയാണ് ഈ സ്പോൺസറിനെ ഏൽപ്പിച്ചത് എന്നുകൂടി വാർത്തകൾ വരുന്നുണ്ടല്ലോ. അതെ എസ് ആദ്യം തന്നെ മന്ത്രി വ്യക്തമാക്കുന്നത് ഈ സ്പോൺസർ ആവശ്യപ്പെട്ടു എന്നാണ്. സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി തന്നെ ഇങ്ങോട്ടേക്ക് അവർ റിക്വസ്റ്റ് ചെയ്തു, തങ്ങൾക്ക് തന്നെ ഈ കരാർ വേണമെന്ന രീതിയിൽ റിക്വസ്റ്റ് ചെയ്തു. അവർ തന്നെയാണ് പദ്ധതി ആവിഷ്കരിച്ച് ഇത്ര കോടി രൂപയുടെ പദ്ധതി, ഈ രീതിയിലുള്ള സൗഹൃദ മത്സരങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന കാര്യത്തിലൊരു വ്യക്തത വരുത്തിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പക്ഷേ നൽകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും അർജന്റീനൻ സർക്കാരോ അല്ലെങ്കിൽ അസോസിയേഷനോ കത്തയച്ചതോ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ അത് പിന്നീട് അവസരമാണ്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് നിലവിൽ പോകേണ്ട. മെസ്സി എത്തുന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായും അദ്ദേഹം എത്തുകയില്ല എന്ന കാര്യം ഇപ്പോൾ പറയാൻ സാധിക്കില്ല. നിലവിൽ ഒക്ടോബർ 27 എത്തുമെന്നുള്ള കാര്യത്തിൽ കാരണം പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് എത്താനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ഇവിടെ ഫുട്ബോൾ ആരാധകർക്ക് നിരാശ വേണ്ട, അദ്ദേഹം എത്താനുള്ള സാധ്യത പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അടുത്ത 7 മാസത്തേക്കുള്ള അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഷെഡ്യൂൾ നേരത്തെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ആ ഷെഡ്യൂളൊന്നും രാജ്യത്തേക്ക് വരുന്നതായിട്ടുള്ള യാതൊരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ആ ഷെഡ്യൂളിലില്ല. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലേക്ക് എത്തുന്ന സാധ്യത വളരെ വിരളമാണ്. ഇനി ഇത് സംബന്ധിച്ച് മന്ത്രി സ്പോൺസറെ മാറ്റുമോ എന്ന കാര്യത്തിൽ ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ സ്പോൺസറെ മാറ്റുന്നത് സംബന്ധിച്ച് നിലവിൽ ആലോചിക്കുന്നില്ല. എന്താണ് സ്പോൺസർ ഇവിടെ വ്യക്തമാക്കുന്ന കാര്യത്തിൽ അവർ പോലും കൃത്യമായ കാര്യം അറിയിച്ചിട്ടില്ലെങ്കിൽ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ തന്നെയാണ് ഉത്തരവാദിത്തം, അവർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. ഇനി അർജന്റീന സർക്കാരുമായിട്ടും കേരള സർക്കാർ നിലവിൽ ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ചുമതലയാണ്. ഇതിൻ്റെ ഗ്യാരണ്ടി സർക്കാരിനാണ്. ഗ്യാരണ്ടി മാത്രമാണ് സർക്കാരിന്. ഈ പദ്ധതിക്ക് വേണ്ടി പണം മുടക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. അവർ വരുത്തിയ വലിയ വീഴ്ച തന്നെയാണ് ഇത്തരത്തിൽ മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്ന ഫുട്ബോൾ ആരാധകരുടെ വലിയ കാത്തിരിപ്പിന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം. എസ് കെ